ബോർഡുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു സുപ്രധാന വിധി വന്നിരുന്നു. അതിൽ സർക്കാരിന്റെ അഭിഭാഷകൻ ഈ ഹർജിക്കാർക്കൊപ്പം കൂട്ടുനിന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, പ്രതിപക്ഷ നേതാവിന് അതിൻ്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഈ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ വന്ന കേസ് 4 കേസുകളാണ്. അതിലൊന്ന് ഷിയ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്. ബോറ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചിട്ടില്ല, പിന്നെ സാങ്കേതികമായി ഇതിൻ്റെ രൂപീകരണം തെറ്റാണ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതുപോലെ തന്നെ 2 മുസ്ലിം പ്രതിനിധികളെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഷോൺ ജോർജ് കൊടുത്ത കേസുണ്ട്. ഇത് 4ഉം കൂടി ഹൈക്കോടതി ക്ലബ് ചെയ്തിട്ടാണ് വിചാരണ ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിൻ്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ കേസിലും മറ്റ് കേസുകളിലും ഞങ്ങളത് പരിശോധിക്കും എന്ന് കോടതിയോട് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ വിധി വന്നു. കോടതി വിധി ഇപ്പോൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്. തമിഴ്നാട് ഒക്കെ ബോർഡ് പിരിച്ചുവിട്ടത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിധികളൊക്കെ വരാനുണ്ട്. അതിനനുസൃതമായി രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥക്കൊക്കെ അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് കേരള ഗവൺമെൻറ് എടുക്കുക. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ പിന്നെ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വഖഫിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. മറ്റൊരു കാര്യം, പ്ലീഡർ നിയമനത്തിലേ ഇപ്പോൾ ഈ RSSകാരെയൊക്കെ കൊണ്ടുവന്നു എന്ന രീതിയിൽ വലിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. ലീഗിന് അതിൽ വലിയ അതൃപ്തി ഉണ്ടോ? അതിനുള്ള മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഞാൻ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓ, ഇനി 2031 ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കും. ഒരാൾക്കും അസംതൃപ്തി ഇല്ല. ഇത് വലിയൊരു പാർട്ടി ആകുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 50-ൽ താഴെ പോസ്റ്റാണുള്ളത്. ഡെപ്യൂട്ടേഷൻ അല്ലാതെ ജനറൽ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല. അതിന് ഞങ്ങൾക്ക് 3000-ഓളം അപേക്ഷകൾ കിട്ടി. സ്വാഭാവികമായും കിട്ടാത്ത ആളുകൾക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ അർഹരായ ആളുകൾക്ക് പിന്നെ യോഗ്യരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളിൽ ചെയ്യാൻ കഴിയുമെന്ന് പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. PMA സലാമിന്റെ പ്രതികരണമാണ് കണ്ടത്. ലീഗുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിലപാട്